ഈ സ്ത്രീ ഒരു പുതിയ പെർഫ്യൂം ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് അടിച്ചു പരീക്ഷിച്ചു. അതുകാരണം അവളുടെ ജീവൻ അപകടത്തിലായി. ആ പെർഫ്യൂമിന്റെ ഗന്ധം ലക്ഷക്കണക്കിന് തേനീച്ചകളെ ആകർഷിച്ചു. ജീവൻ രക്ഷിക്കാൻ മറ്റുള്ളവർ അവിടെ നിന്ന് ഓടിപ്പോകാൻ തുടങ്ങി. എന്നാൽ ഈ തേനീച്ചകൾ ആ പെൺകുട്ടിയെ മാത്രം പിന്തുടരാൻ തുടങ്ങി. അവൾ ഓടി ഒരു നീന്തൽക്കുളത്തിലേക്ക് ചാടി. എന്നിട്ടും തേനീച്ചകൾ അവളെ വിട്ടുപോയില്ല. അവ കുളത്തിനു മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ശ്വാസമെടുക്കാനായി പെൺകുട്ടി മുകളിലേക്ക് വന്ന ഉടനെ ആ കൂട്ടം അവളുടെ മുഖത്ത് ആക്രമിക്കുകയും കടിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ആ സ്ത്രീ ഉടൻ തന്നെ ഫയർഫോഴ്സിലേക്ക് വിളിച്ചു. പക്ഷേ എല്ലാ സേനാംഗങ്ങളും മറ്റ് ജോലികളിൽ തിരക്കിലായിരുന്നു. സഹായമെത്തുന്നതുവരെ പെൺകുട്ടി വെള്ളത്തിനടിയിൽ തന്നെ തുടരണമെന്ന് ഓപ്പറേറ്റർ ഉപദേശിച്ചു. എന്നാൽ ശ്വാസമെടുക്കാതെ എത്ര നേരം അവൾക്ക് വെള്ളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും? അപ്പോൾ ഓപ്പറേറ്റർ ഒരു പൈപ്പിലൂടെ ശ്വാസമെടുക്കാൻ അവളോട് പറയാൻ ആവശ്യപ്പെട്ടു. അരമണിക്കൂറിന് ശേഷം ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തിയപ്പോൾ പൈപ്പ് വായിൽ അമർത്തിപ്പിടിച്ച് പെൺകുട്ടി എങ്ങനെയോ ജീവനോടെയുണ്ടെന്ന് അവർ കണ്ടു. എന്നാൽ അവിടെ അത്രയധികം തേനീച്ചകളുണ്ടായിരുന്നു. അഗ്നിശമന സേനാംഗങ്ങൾക്ക് പോലും പെട്ടെന്ന് ഒന്നും ചെയ്യാൻ ധൈര്യമുണ്ടായില്ല. ആദ്യം അവർക്ക് തേനീച്ചക്കൂട്ടത്തെ എങ്ങനെയെങ്കിലും മാറ്റേണ്ടിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണത്തേതുപോലെ പുക ഉപയോഗിച്ച് അവയെ ഓടിക്കാമെന്ന് ജാക്ക് പറഞ്ഞു. എന്നാൽ ജാക്കിനോട് എപ്പോഴും ദേഷ്യത്തിലായിരുന്ന ടീം ലീഡർ അവനെ ഭീഷണിപ്പെടുത്തി നിശബ്ദനാക്കുകയും എത്രയും പെട്ടെന്ന് ഈ തേനീച്ചകളെ ഒഴിവാക്കണമെന്നും അല്ലെങ്കിൽ നഗരം മുഴുവൻ അപകടത്തിലാകുമെന്നും പറഞ്ഞു. മറുവശത്ത് പെൺകുട്ടിയുടെ നില കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു.